ED, VD, മോഡി ഇപ്പോഴത്തെ ഒരു സ്ലോഗൻ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇതിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം വന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലാണ്. ഈഡ് റെയ്ഡ് നടത്തണ്ടെന്നിപ്പോ കേരള സർക്കാരിന് പറയാൻ പറ്റൂ എന്നാണ് അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി ചോദിച്ചത്. അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ വാഹനം തല്ലിപ്പൊളിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് മുഖ്യമന്ത്രി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അദ്ദേഹം പൂക്കി മുഖ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങേയറ്റം അരാഷ്ട്രീയമായിട്ടുള്ളൊരു പത്രസമ്മേളനമായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു ആളെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട്. അതിലേക്ക് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ വരാം. ഇത് ആദ്യത്തിൽ ഇദ്ദേഹം പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചാൽ, ഈ ED എന്ന് റെയ്ഡ് നടത്തുന്നതിനെതിരെ നടത്തണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ്. അതിന് നമ്മളാരെങ്കിലും പറഞ്ഞോ മുഖ്യമന്ത്രി നടത്തണ്ട എന്ന് പറയണു? പറഞ്ഞില്ല. മാധ്യമങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി നടത്തണ്ട എന്ന് പറയണു. മുഖ്യമന്ത്രി നടത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികൾ നടത്താതിരിക്കും? അതൊന്നുമില്ല. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചതും മാധ്യമങ്ങൾ ചോദിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. ആ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് എന്താണ് എന്നാണ് നമുക്ക് പുള്ളിയിൽ നിന്ന് അറിയേണ്ടത്. അത് രാഹുൽ ഗാന്ധി ഇതേവരെ വേണ്ടിയിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധി വന്ന് 2 മീറ്റിങ്ങുകളിൽ, ഒന്നിൽ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്താത്തതെന്നും, രണ്ടാമത്തതിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാചകങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് മറുപടി പറയണം. അതിൽ വളരെ തന്ത്രപരമായ ഒരു കൗശലമാണ് യഥാർത്ഥത്തിൽ VD സതീശൻ കാണിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമായി തീർന്നു ആ സമയത്ത്. മനസ്സിലായി? കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രം. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ പിണറായി വിജയനോട് ചോദിക്കണം. അതിൽ CPM-ന്റെ നിലപാടെന്ത് എന്നറിയാനാണ്. മനസ്സിലായി? അതല്ലാതെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായി എന്ന് പറയുമ്പോഴത്തേക്കും പിണറായി വിജയൻ ഇവിടെ നിന്ന് നേരെ ബസ് പിടിച്ചോ അല്ലെങ്കിൽ ലോറി കയറിയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ടോ ED-യെ തടയണോ എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. പകരം അതെന്താണ്, അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് പുള്ളി പറയാതെ പുള്ളി പറയുന്നത് ഞങ്ങൾ, പിന്നെ ഇടക്ക് കൂടി പുള്ളി നൈസായിട്ടൊരു കാര്യം പറഞ്ഞു ചോദിച്ചു, ഞങ്ങൾ കൂടി ഉന്നയിച്ച ആരോപണമല്ലേ, അപ്പം ഞങ്ങൾ എങ്ങനെ വേണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇതേപോലെ തന്നെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 50-55 മണിക്കൂർ ചോദ്യം ചെയ്തതിനെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട്. ഈ 55 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിന്നതിനെ എതിർത്തതാണ് ഒന്ന്. ഇനി രണ്ടാമത്തത് താങ്കൾ ചോദിച്ച മറ്റേ കാര്യം, അതായത് വണ്ടി ഒന്നും കത്തിച്ചിട്ടുള്ളത്, 2 വണ്ടികളാണ് കത്തിച്ചു കളഞ്ഞത്. ഇവിടെ ചില്ല് പൊട്ടിക്ക് ചെയ്തുള്ളൂ. 2 സ്ഥലങ്ങളിൽ ED-യുടെ ഓഫീസ് അതിക്രമിച്ച് അകത്ത് കയറിയിട്ട് അകത്ത് കിടക്കുന്ന വണ്ടി ചെറുതായിട്ടൊന്ന് കത്തിച്ചു കളഞ്ഞു. ചെറുതായിട്ട്. മറ്റേ കോൺഗ്രസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. CPM ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയുടെ ചില്ല് പൊട്ടിയത് ഭയങ്കര ക്രമസമാധാന പ്രശ്നമാണ്, വലിയ അക്രമമാണ്, അതിനെതിരെ M സ്വരാജ് എന്തെങ്കിലും പറഞ്ഞാൽ അതും വലിയ അക്രമമാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതാവുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ മറ്റേ സ്മൃതി പരുത്തിക്കാടൊക്കെ പറഞ്ഞ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട ആളാണ് സ്മൃതി, പക്ഷേ സ്മൃതിയൊക്കെ പറഞ്ഞ പോലെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ചല്ല, വിളക്ക് വെറുതെ കത്തിച്ചു. അന്നേരം ആരോ ഗോൾവാൾക്കറുടെ ചിത്രം പുറകെ കൊണ്ടുവന്ന് വെച്ചിരുന്നത്, അത് തെറ്റാണെന്ന് ചോദിക്കണം. എനിക്കില്ലേ ഉണ്ണി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, സഖാവ്. പുള്ളിയോട് ഒരു പന്തലിടാൻ പറഞ്ഞു. പന്തലിട്ട് സമ്മേളനത്തിന് വേണ്ടി പന്തലിടാൻ പറഞ്ഞേക്കണേ. അപ്പൊ പന്തൽ മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ട് മറ്റേ പാർട്ടിയുടെ സെക്രട്ടറി വന്ന് നോക്കുമ്പോഴത്തേക്കൊന്നും ഞാൻ അതിന്റെ നടുക്കൊരു മരം നിൽക്കുകയാണ്, ഇത്രോളൊരു പേരമരം. മനസ്സിലായി? അപ്പൊ ഉണ്ണിച്ചേട്ടൻ്റെ ആദ്യത്തെ ചോദ്യമാണത്, ആരാണ് ഈ പേരമരം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിക്കണം. ഒരു പേരമരം മറ്റേ വേരൊക്കെ ഉള്ളത് അവിടെ കൊണ്ടുവന്ന് രാവിലെ വെക്കാൻ പറ്റും? അതല്ല, ഇയാളത് ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് അതിന്റെ കാര്യം. അതുപോലെ സ്മൃതി പരുത്തിക്കാട് വെക്കണം ഒരു ഫോട്ടോ. ഇനി ഒന്നില്ലെങ്കിൽ സ്മൃതിക്ക് അതിലും നല്ലത് പറയാവുന്നത് ശരിക്കും VD സതീശന് ഗോൾവാൾക്കറിനെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞത്, അതിൻ്റെ മുമ്പിൽ ഫോട്ടോ. അപ്പൊ ഇതുപോലെയുള്ള പല ന്യായീകരണങ്ങളും അവനവന്റെ താല്പര്യത്തിനനുസരിച്ച് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം അരാഷ്ട്രീയമായിട്ടുള്ള ഒരു വാചകമാണ്. പിന്നെ ED, VD, മോഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു കോമഡി ഷോ കൂടി കണ്ടു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ കോമഡി ഷോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത്, ഞാൻ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് എടുത്തു വന്നു. അപ്പോൾ ഏട്ടൻ തന്നെ മറ്റേ മോദി ഫോൺ എടുത്ത് അങ്ങ് കുത്തി. എന്നിട്ട് പറഞ്ഞു സതീശൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞേക്കണേണ്, പെട്ടെന്ന് റെയ്ഡ് നടത്തിക്കൊന്നു മതി. അപ്പോൾ ഉടനെ തന്നെ മറ്റേ പുള്ളി പറഞ്ഞു ഒരു സ്ഥലത്തല്ല 12 സ്ഥലത്ത് നടത്തണമെന്ന്. അങ്ങനെ റെയ്ഡ് നടത്തിയത്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ കോമഡി ഒന്നും പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് താങ്കൾ രമേഷ് പിഷാരടിനെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി. മനസ്സിലായ?
സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഗംഭീരമായിട്ട് പിഷാരടി ചെയ്യും. എന്തിനാണ്? പിഷാരടി പോലും ആ പണി നിർത്തി. കാരണം പുള്ളിക്ക് മനസ്സിലായി MLA ഇത്തിരി കൂടി സീരിയസ് ആയിട്ടുള്ള പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സലീം കുമാറിനെ പിഷാരടിയിലേക്ക് വിട്ടാൽ മതി, ഞങ്ങൾ ചിരിച്ചോളാം. പക്ഷേ ഈ കാര്യത്തിന് മറുപടി പറയാം. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഈ നിലപാട് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമായിക്കണാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇത് കോൺഗ്രസ് BJP കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞു. ഈ DMKയുടെ സ്റ്റാലിൻ പറഞ്ഞു നിങ്ങൾ ഇത് ഒരുമിച്ചുള്ള വൃത്തികേടാണ് ഈ കാണിക്കണം, കോൺഗ്രസിനെ അനുകൂലിക്കുന്ന വൃത്തികേടാന്ന് പറഞ്ഞു. കോൺഗ്രസിനെതിരെയാണ് അവരെല്ലാവരും പറഞ്ഞേക്കണം. ഇത് തേജസ്വി യാദവ് മറ്റേ ബീഹാറിൽ നിന്ന് RJDയുടെ നേതാവ് പറഞ്ഞു, ഉത്തർപ്രദേശിൽ നിന്ന് ഇയാൾ പറഞ്ഞു, ഈ പറയുന്ന DMKയുടെ ചോദിക്കുക പോലും ചെയ്യാതെ അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടിയത് തെറ്റാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നാണ് ഇതേവരെ രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പുള്ളി പട്ടായയിൽ ടൂർ പോയെന്ന് നമുക്കറിയാൻ പാടില്ല, പക്ഷെ സംഗതി എന്ത് ചെയ്തിട്ടില്ല, പുള്ളി എന്തായാലും മിണ്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇവിടെ ഒന്ന് കോമഡി പറയുന്നു. ഇതൊന്നും അല്ല എൻ്റെ സങ്കടം, ഇതൊക്കെ അവരവര് രക്ഷപ്പെടാൻ വേണ്ടി പല അഭ്യാസങ്ങളും ഒക്കെ കാണിക്കും. ഈ മാധ്യമ പ്രവർത്തകർ വല്ല സമൂസയും പപ്സും കഴിക്കാൻ പോയതാണെന്ന് എൻ്റെ സംശയം. അല്ല, അവര് വാതറൊന്ന് ചോദിക്കണ്ടേ? മുഖ്യമന്ത്രി EDയെ ഞങ്ങൾക്ക് തടയാൻ പറ്റുമോ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വിഷയം രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഇതിന് മറുപടി പറ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. കോൺഗ്രസിന്റെ നിലപാടാണ് നമുക്ക് അറിയേണ്ടത്. അല്ലാതെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് രാജകുമാരനോ രാജ്ഞിയോ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പഠനെങ്കിലും ആക്, എന്നിട്ട് നിങ്ങൾ നിലപാട് പറ. അല്ലാതെ അന്നേരം മറ്റേ പൂക്കി കൂക്കി കാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞിട്ട് വല്ല കാര്യമില്ല. ഇനി അടുത്തൊരു കാര്യം, അല്ല ഇതൊരു കാര്യം കൂടി പറഞ്ഞതാണ് ചോദിച്ചു. അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? പുള്ളിയോട് ചോദിച്ചു 12 തവണ മാധ്യമങ്ങൾ ചോദിച്ചു. അപ്പൊ പുള്ളി പറയണത് 12.5 തവണ ചോദിച്ചു എന്നാണ്. ഈ 12.5 തവണ ചോദിച്ചു. അത് കഴിഞ്ഞ് പുള്ളി പറയണ ഒരു വാചകം എന്ന് വെച്ചാൽ 12.5 തവണ ചോദിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ എപ്പോഴൊക്കെയാണ് ചോദിച്ചത്? ഞാൻ പുള്ളി നടക്കാൻ പോകുമ്പോൾ ചോദിച്ചു, അത് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞ് കയറുമ്പോൾ ചോദിച്ചു, പിന്നെ കുളിക്കാൻ പോകുമ്പോൾ ചോദിച്ചു, കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചോദിച്ചു, തല തോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു എന്നൊക്കെയാണ് പറയണത്. ഭാഗ്യത്തിന് സുരേഷ് ഗോപി പറയണതും കൂടി പറയുമെന്ന് ഞാൻ പേടിച്ചിരുന്നു വാർത്താ സമ്മേളനം കണ്ടപ്പോൾ. സുരേഷ് ഗോപി പറഞ്ഞല്ല, കല്യാണ വീട്ടിൽ നിന്ന് വരുമ്പോൾ കല്യാണത്തെക്കുറിച്ച് ചോദിക്കണം, അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അമ്പലത്തെക്കുറിച്ച് ചോദിക്കണം, അല്ലാതെ വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്നാണ് പറഞ്ഞത്. മറുപടി ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പല വിദണ്ഡവാദങ്ങളും പറയാം. യഥാർത്ഥത്തിൽ ഈ പുള്ളിക്ക് വാതുറന്ന് ഒറ്റ വാചകങ്ങൾ പറഞ്ഞാൽ പോരെ, ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നതിന് അന്നേരം കാണാം, ഞാനിപ്പോൾ വഴിയിൽ വെച്ചൊന്നും ഇതിന് മറുപടി പറയുന്നില്ല, പ്രശ്നം തീരും. ഒന്ന്, ഈ 2 വാക്ക് പറയാൻ പുള്ളിക്ക് പോലെ ബുദ്ധിമുട്ടുണ്ട്. ഇത് പോട്ടെ, ഇതും പോട്ടെ. ഇതിന് മുമ്പ് പുള്ളി പറഞ്ഞൊരു വാചകമുണ്ട്, എന്നെ എവിടെ വെച്ചും നിങ്ങൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാന്ന് പറഞ്ഞു. ഈ ചോദ്യം ചോദിക്കാന്ന് പറയുകയും ആളാവുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മാധ്യമപ്രവർത്തകരെ പുറകെടുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് പുള്ളിയുടെ അടുത്തൊരു കോമഡി ഉണ്ട്. ആ കോമഡിയായിട്ട് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. നിങ്ങൾക്ക് അത്രയും വലിയ യൂണിറ്റുകൾ ഉണ്ടാന്ന് ചോദിക്കണം. കേരള ഹൗസിൽ നിന്ന് വരുമ്പോൾ ചോദിക്കുന്നു, കയറുമ്പോൾ ചോദിക്കുന്നു, ഇറങ്ങുമ്പോൾ ചോദിക്കുന്നു, അത്രക്കൊക്കെ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാന്ന് ചോദിക്കണം. ഇതൊക്കെ ഏതാണ്ട് പാടി പുകഴ്ത്താനായിട്ട് പാണന്മാരായിട്ട് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ മാധ്യമങ്ങളും, നമുക്ക് നാണം തോന്നുകയാണ് ഈ മാധ്യമമൊക്കെ കാണാനായിട്ട്. മനസ്സിലായേ? അത്രത്തോളം മാധ്യമങ്ങൾ. ഈ നമ്മൾ നേരത്തെ സംസാരിച്ച കേസിൽ നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, ഒരു മനോരമയൊക്കെ കൊടുക്കുന്ന വാർത്ത ബാക്കിയുള്ള ഏഷ്യാനെറ്റ് കൊടുക്കുന്ന വാർത്ത കേട്ടിട്ട് എനിക്ക് നാണം തോന്നുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിനകത്തുള്ളത്. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും അന്വേഷണ ഏജൻസികളെയും ഇലക്ഷൻ കമ്മീഷനെയും പോലും കോൺഗ്രസും അതുപോലെ BJP വളരെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യം ആലോചിക്കുമ്പോൾ മോഡിയും ഞാനും കൂടിയുള്ള ജോക്ക്, അത് കഴിയുമ്പോൾ എന്താണ് മറ്റേ ജോക്ക്, മറിച്ച് ജോക്ക്, അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞാൽ ഇതിലും വലിയ തമാശ ഇടി മോഡി എന്ന് പറഞ്ഞ തമാശ പുള്ളി ആസ്വദിച്ചു. അതിനു മുമ്പ് പുള്ളി കണ്ട തമാശ ഇവിടെ 6 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇതുപോലെ CPM-കാർ സമരം ചെയ്തതാണ്. കൂടാതെ ഇടി മോഡി എന്നൊക്കെ CPM-ന്റെ മന്ത്രിമാർ പോലും പറയുന്നത് കേട്ട് പുള്ളി പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയണത്. പുള്ളിക്ക് പൊട്ടിച്ചിരിക്കുക, അതിലൊന്നും കഥയില്ല. ഈ മാധ്യമപ്രവർത്തകരുടെ പണി എന്താണ്? ഇനി വേറൊരു വിഷയം കൂടി ഉണ്ട്. ഒരു സ്കൂൾ പ്രിൻസിപ്പലിനെ എന്ത് ചെയ്ത്? സസ്പെൻഡ് ചെയ്ത്. ഈ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത മനോരമ എഴുതിയേക്കണെന്ന് വെച്ചാൽ സ്കൂൾ പ്രിൻസിപ്പലിനെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത്, സ്കൂൾ പ്രിൻസിപ്പലിനെ എന്നല്ല, ഇങ്ങനെ ഒരു ചോദ്യം മുഖ്യമന്ത്രി വിളിച്ചു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി അതേപടി എടുത്ത് കൊടുത്തേക്കണേ. യഥാർത്ഥത്തിൽ എന്താ സംഭവം? ജാവേദ് സുബൈർ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം എന്താ ഒരു പോസ്റ്റ് ഇട്ടേക്കണത്?
ആ പോസ്റ്റ് ഇട്ടേക്കണത് അദ്ദേഹം ഈ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ VD സതീശൻ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ്. എന്നിട്ട് 11,160 കോടി രൂപ പെൻഷനായിട്ട് അനുവദിച്ചു, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അനുവദിച്ചു എന്ന് പറഞ്ഞൊരു ലിസ്റ്റായിട്ടേക്കണം. അപ്പൊ അത്തരത്തിൽ പൂച്ച പറ്റി കിടക്കുന്നു എന്ന് നിങ്ങൾ പറയുകയും അതേസമയം നിങ്ങൾ ഖജനാവിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ്. പക്ഷേ ആ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനത്തിനെതിരെ വേണമെങ്കിൽ ഗവൺമെന്റ് നടപടിയെടുക്കും. കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. അത് കറക്റ്റാണ്. ഒരു ഡസനോളം ആളുകൾക്ക് എതിരെ ഇതിനു മുമ്പ് പിണറായി വിജയൻ നടപടി എടുത്തിട്ടുണ്ട്, അത് സത്യമാണ്. അത് മഹാപോക്രത്തരം പലതും കാണിച്ചിട്ടാണ് നടപടി എടുത്തേക്കണം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ഒരു വിമർശനത്തിനെ പോലും അസഹിഷ്ണുതയോടുകൂടി കാണാമോ എന്ന് ചോദിച്ചിട്ടുള്ള ആളാണ് VD സതീശൻ. എന്നിട്ട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ, ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അദ്ദേഹം നേരെ ഒരു KSRTC ജീവനക്കാരൻ ഇട്ടിട്ടുള്ള ഒരു വൃത്തികെട്ട പോസ്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ തല പുള്ളിയുടെ നഗ്നമായിട്ട് ഉടലി പുള്ളിയുടെ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ കുറച്ച് മോശപ്പെട്ട ഒരു പോസ്റ്റാണ്, അശ്ലീലമാണ്. ആ അശ്ലീലം എടുത്ത ആളുകൾക്കെതിരെ നടപടി എടുക്കുന്ന അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് പറഞ്ഞത് രണ്ട് സംഭവമാണെന്ന്. ഇവരെന്തിനാ ഈ പണിക്ക് നടക്കണത്? ഇനി ഇതെല്ലാം പോട്ടെ, ഇത് കഴിഞ്ഞ് പത്രത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് അടിച്ചു തന്നെ കാര്യമുള്ളൂ. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്യാനും ഒക്കെ നിരവധി അവസരങ്ങളുണ്ടല്ലോ. എന്നിട്ട് മനോരമയിൽ വാർത്ത കൊടുത്തേക്കണത് മുഖ്യമന്ത്രി ഇങ്ങനെ ഈ പറയുന്ന അപമാനിച്ച, അതായത് ഇത്തരത്തിലുള്ള ഒരാൾക്കെതിരെ നടപടി എടുക്കണ്ടേ എന്ന് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ചോദ്യം വെച്ച് അവിടെ അവസാനിപ്പിച്ചേക്കണേ. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ആളെക്കുറിച്ചാണെന്നും യഥാർത്ഥത്തിൽ ഈ ആളെക്കുറിച്ചല്ലെന്നും പറഞ്ഞേക്കാണ്. ഇന്നിപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമുണ്ട്, രാവിലെ അത് പിൻവലിച്ചു വിട്ടാ. ആ സസ്പെൻഷൻ നടപടി പിൻവലിച്ചു. 2 ദിവസത്തിനകം റിട്ടയർ ചെയ്യുന്ന ഒരാൾക്കെതിരെയാണ് ആ സസ്പെൻഷൻ നടപടി കൊടുത്തത്. അപ്പൊ അതെന്തായാലും പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ പിൻവലിച്ചപ്പോഴേക്കും ഇപ്പൊ പിണറായി വിജയൻ ആണെങ്കിൽ മലക്കം മറിഞ്ഞു, തിരിച്ചു മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ പുള്ളി ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ചെറിയ തെറ്റുപറ്റി അതങ്ങാട് തിരുത്തി. എന്നിട്ട് VD സതീശൻ പറയുന്ന അടുത്തൊരു ഡയലോഗ് കൂടിയുണ്ട്. VD സതീശൻ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി എടുത്തൊന്ന് ചോദിച്ചു, അപ്പൊ പുള്ളി പറഞ്ഞു നിസാര വല്ല കേസ് വേണമെങ്കിൽ വിട്ടേക്കെന്ന് പറഞ്ഞു. പക്ഷെ ഈ കേസ് പുള്ളി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ ഇനി സെക്രട്ടേറിയറ്റിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ പ്രവർത്തകർക്കെതിരെ ഇതുപോലെ ചെയ്യാൻ പറ്റൂലേ, അപ്പോഴും ഞാൻ ഇതുപോലെ നടപടി എടുക്കുമെന്ന് എനിക്ക് തോന്നണത്. പിന്നെ മറ്റേ ഇപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ കൂടി കൈയടിച്ചിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുന്നതാണ്, പോകുന്നുണ്ടാവുന്നതാണ് മാധ്യമപ്രവർത്തകർ. ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ വാതുറക്കാൻ പാടില്ലേ? നിങ്ങൾ ഈ പറയുന്നതല്ല കാര്യം. അത് ഈ പറയുന്ന ജാവേദ് സുബൈർ എന്ന് പറഞ്ഞ ആളുടെ പോസ്റ്റ് അങ്ങനെയല്ല, അതൊരു രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ്. മറ്റേത് നിങ്ങൾ നടപടി എടുത്തോ KSRTC ഉദ്യോഗസ്ഥർ, അത് ഞങ്ങളാരും ചോദിച്ചില്ല എന്ന് പറയാൻ പാടില്ലേ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മാധ്യമപ്രവർത്തകൻ ഏറ്റവും ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചപ്പോൾ പുള്ളി ഒറ്റയടിക്ക് നിങ്ങൾ ഇത്ര നേരം ഇവിടെ കിടന്ന് ഉറങ്ങായിരുന്നു എന്ന് ചോദിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഒരു ജീവിതത്തിൽ ബിഗ് ബോസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബിഗ് ബോസിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സമയമൊക്കെ നമുക്ക് അഭിനയിക്കാം, പക്ഷെ എല്ലാ സമയവും അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ അതിനു മുമ്പ് പുള്ളി കൃത്യമായിട്ട് ചിരിയും കാര്യമൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, അഭിനയിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് പുകഴ്ത്തി വീഡിയോ ചെയ്യാൻ കുറേ ആളുകൾ. അതിനുശേഷം പക്ഷെ ഇത് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഏതൊരു മനുഷ്യനും ദേഷ്യം വരും, ഇതൊക്കെ വരുമല്ലോ. കാരണം വെച്ചാൽ അത്ര നേരം പുള്ളി മറുപടി പറഞ്ഞാണ്. അപ്പോൾ അതേ ഏതാണ്ട് അതോടെ പോലെ തന്നെ ഒരു ചോദ്യം വീണ്ടും ചോദിച്ചപ്പോൾ പുള്ളി ഒറ്റടിക്ക് ചാടി എണീറ്റ് അങ്ങോട്ട് പോയി. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഊതി വെറുപ്പിക്കുന്ന പ്രതിച്ഛായകൾ ഉണ്ടാക്കിയുള്ള കുഴപ്പം ഇതാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ചോദ്യങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി രാഷ്ട്രീയമായി മറുപടി പറയുന്നില്ല. പകരം പ്രവേശനോത്സവത്തിൽ അദ്ദേഹത്തിൻ്റെ പൂക്കി ചിരിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ചോദ്യങ്ങൾക്ക് ഗൗരവത്തിലുള്ള മറുപടി വേണം. ഇതുമായിട്ട് അധികകാലം ഇങ്ങനെ തുടരാൻ പറ്റില്ല. ഭജന സംഘമായിട്ട് കുറേ മാധ്യമങ്ങളുണ്ട്, വാഴ്ത്തുപാട്ടുകളുമായിട്ടും അവർ പാണന്മാർ പാടിയടക്കുന്ന പോലെ പാടിയടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് അധികകാലം ഈ പരിപാടി തുടരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം.